ഇന്നത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഗായത്രി നവരാത്രിയുടെ ആരംഭമാണ് ഇന്ന്. ആഷാഢ നവരാത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗായത്രി നവരാത്രിയുടെ ആദ്യ ദിനമാണ് ഇന്ന്. കേരളത്തിൽ ഗായത്രി നവരാത്രി ആദ്യമായി ഒരു പറ്റം സാധകന്മാർ വ്രതമായും അനുഷ്ഠാനവുമായെല്ലാം ഈ നവരാത്രിയെ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും ആദ്യമായി ഈ നിലാമലക്കുന്നിലാണ്, അഥവാ ഈ ഭഗവതിക്കുന്നിലെ ചതുശാലയിലാണ്. ഗായത്രി നവരാത്രി എന്ന ഭാരതമൊട്ടുക്ക് സാധകന്മാർ, സൂക്ഷ്മ സാധകന്മാർ, മഹാതപസ്വികൾ ചെയ്തു വരുന്ന ഗുപ്ത സാധന പദ്ധതിയും ഗുപ്ത സാധനാ കാലവും ആയതിനാൽ ഈ ഗായത്രി നവരാത്രിയെ ഗുപ്ത നവരാത്രി എന്ന പേരിലാണ് ലോകം ഇതുവരെ അറിയപ്പെട്ടിട്ടുള്ളത്. 2 ഗുപ്ത നവരാത്രികളുണ്ട്. അതിൽ ഒന്നാണ് ആഷാഢ നവരാത്രി അഥവാ ഗായത്രി നവരാത്രി. ഇവിടെ ഈ നീലാമലക്കുന്ന് എന്ന ഈ ഭഗവതിക്കുന്നിൽ നാളെ ലോകം പ്രവഹിക്കുവാൻ പോകുന്ന, ലോകം യാതൊരിടത്തേക്കാണോ തങ്ങളുടെ പ്രവാഹത്തെ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്, ആ ഭഗവതിക്കുന്നിൽ വെച്ചാണ് കേരളം ആദ്യമായി ഗായത്രി നവരാത്രിയെ അനുഷ്ഠിക്കുന്നത്. അതിന് നിമിത്ത കാരണമായിട്ടുള്ള ഒരു സുകൃതി കൂടിയാണ് സർവശ്രീ പൂജ്യ സ്വാമി ആനന്ദവനം തൃപ്പാദങ്ങൾ. അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ചുകൂടിയാണ് ഗായത്രി നവരാത്രി ആചരിക്കുവാൻ നാം തീരുമാനിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇന്ന് ഈ ദിവ്യ സന്നിധിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈശ്വരിയുടെ അനുഗ്രഹമായി തന്നെയാണ് നാം കാണുന്നത്. ഇദ്ദേഹത്തെ ചെറുതായൊന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടി നിർവഹിക്കുകയാണ്. സാധാരണ പൂജ കഴിഞ്ഞാൽ അന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാറുള്ളത്. ഗായത്രി മന്ത്രത്തിലെ ഓരോ ശബ്ദങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള അവസരം ഓരോരുത്തർക്കും കൊടുക്കാറുമുണ്ട്. ഇന്ന് എല്ലാവർക്കും സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതി ഞാൻ നാളേക്ക് നീട്ടിവെക്കുകയാണ്. ഇന്ന് ഇവിടെ ഒരു പൂജ്യ സന്യാസി ശ്രേഷ്ഠൻ വന്നിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന് നമ്മോട് ചിലത് പറയാനുണ്ടാവും. അപ്പൊ അതിനു മുമ്പായിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തുള്ള സദാനന്ദാശ്രമത്തിന്റെ മഠാധിപതിയാണ്. സദാനന്ദസ്വാമികൾ അവധൂതനായ സദാനന്ദസ്വാമികൾ സ്ഥാപിച്ചിട്ടുള്ളതാണ് അവധൂതാശ്രമം അഥവാ സദാനന്ദാശ്രമം. തിരുവിതാംകൂർ രാജാവ് സദാനന്ദസ്വാമികൾക്ക് പതിച്ചു നൽകിയ 400-500 ഏക്കറോ ഭൂമിയിലാണ് ആ ആശ്രമം ഉള്ളത്. അദ്ദേഹത്തിന്റെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അത് ഒരുപക്ഷെ സ്വാമിജികൾ പറയുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ആശ്രമത്തിന്റെ മഠാധിപത്വം ഏറ്റെടുക്കുന്നതിന് മുൻപ് സ്വാമികൾ ഭാരതത്തിൽ കേരളീയർക്കത്രയൊന്നും പരിചയമില്ലാത്ത ഒരു സന്യാസി പരമ്പരയുടെ ഭാഗമാണ്, ഇപ്പോഴുമാണ്.
അഖാഡകൾ എന്നാണ് അറിയപ്പെടുക. അഖാഡ, ഈ അഖാഡകളുടെ അധിപതിയാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന സന്യാസിക്ക് പറയുന്ന പേരാണ് മഹാമണ്ഡലേശ്വർ എന്നാ പറയുക. മഹാമണ്ഡലേശ്വർ. അങ്ങനെ മഹാമണ്ഡലേശ്വർമാരിൽ കേമനായിട്ടുള്ള ഒരു വ്യക്തിയെ ആചാര്യ മഹാമണ്ഡലേശ്വർ എന്നൊക്കെ പറയും. കേരളത്തിൽ നിന്നും ആചാര്യ മഹാമണ്ഡലേശ്വർ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒറ്റപ്പാലം അടുത്തുണ്ടായിരുന്ന സമാധിയായ സ്വാമി നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ ആധ്യാത്മിക ഗുരു സ്വാമി കാശികാനന്ദ സ്വാമി തൃപ്പാദങ്ങൾ ആചാര്യ മഹാമണ്ഡലേശ്വർ ആയിരുന്നു. അദ്ദേഹം ഒരു അഖാഡയുടെ ആചാര്യനായിരുന്നു. അതുപോലെ നിരവധി അഖാഡകളുണ്ട്. അതെന്താണെന്നെല്ലാം സ്വാമിജി ഒരു പക്ഷേ പറയണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തോട്. ഈ അഖാഡകളിൽ ഒരു അഖാഡയുടെ പേരാണ് ജുണ അഖാഡ. ആ ജുണ അഖാഡയുടെ പെടുന്ന ഒരു നാഗസന്യാസിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതായത് 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന കുംഭമേളയിൽ ആദ്യ സ്നാനത്തിന് ആർക്കാണോ യോഗ്യത, ആ നാഗസന്യാസി പരമ്പരയിൽപ്പെടുന്ന ഒരു നാഗസന്യാസിയാണ് നമ്മുടെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നത്. ഈ യാഗശാലയെ ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നാഗസന്യാസി എന്താണോ സനാതനധർമ്മത്തെ രക്ഷിക്കുവാൻ വേണ്ടി അപ്പോൾ ആവശ്യമായിട്ടുള്ളത്, അങ്ങനെ ഒരു കർത്തവ്യം ഏറ്റെടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ നാഗസന്യാസി പരമ്പരകൾക്കുണ്ട്. ആ ഉദ്ദേശത്തെ മുൻനിർത്തിയാണ് സദാനന്ദാശ്രമത്തിലെ മഠാധിപതി സ്ഥാനം ഇദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ളത്. അടുത്ത യോഗ്യനായ ഒരു ആളെ കണ്ടെത്തുന്നത് വരെ മാത്രമേ ഇദ്ദേഹം അവിടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ പിറ്റേ ദിവസം അവിടുന്ന് ഒന്നുമില്ല, താൻ ഉടുത്ത വസ്ത്രമായി ഒരു ഗോണകം മാത്രം എടുത്ത് അവിടുന്ന് ഇറങ്ങും. ഇതാണ് നാഗസന്യാസിമാരുടെ പ്രത്യേകത. അങ്ങനെയുള്ള ഒന്നുമില്ലാത്ത, ഒന്നുമല്ലാത്ത, ശുദ്ധശൂന്യമായ അഥവാ ബൈന്ദവമായ, ബിന്ദുവായ, സാക്ഷാൽ ത്രിപുരസുന്ദരിയായ ഒരു സന്യാസിയാണ് 2ാം പാദം പൂർത്തിയാക്കിയ അന്ന് അതിഥിയായി ദേവി നമുക്ക് നൽകിയിരിക്കുന്നത്. ഇനി സ്വാമി ആനന്ദവനം തൃപ്പാദങ്ങൾ നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ആചാര്യനുമായിട്ട് വളരെ ദീർഘകാലത്തൊരു ബന്ധമാണ് ഉള്ളത്. ആ ബന്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെ പല വിഷയങ്ങളും സംസാരിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, ഓരോ പരിശ്രമങ്ങളും അറിയാറുണ്ട്. അപ്പൊ അങ്ങനെ യാദൃച്ഛികമായിട്ട് സംസാരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു മഹാദൗത്യം ഏറ്റെടുക്കുന്ന വിവരവും ഇങ്ങനെ ഒരു യജ്ഞത്തെ കുറിച്ച് ആലോചിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. ഈ സ്ഥലത്തിന്റെ ഒരു തുടക്കം, ഇത് വാങ്ങിക്കുന്നതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ തൃശ്ശൂർ എത്തിയ സമയത്ത് യാദൃച്ഛികമായിട്ട് ഞങ്ങൾ കാണുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അന്ന് കാര്യങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഒരു കാര്യം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. നമുക്ക് ഉത്തരഭാരതത്തിലൊക്കെ സാധകർക്കിടയിലുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണ് ഈ ഗുപ്ത നവരാത്രിയുടെ ആചരണം എന്നുള്ളത്. ഗുപ്ത നവരാത്രിയും പ്രകട നവരാത്രിയും, 2 ഗുപ്ത നവരാത്രികളും 2 പ്രകട നവരാത്രികളും ഉണ്ട്. ഒന്ന് പ്രകട നവരാത്രി എന്ന് പറഞ്ഞാൽ ശരത് നവരാത്രിയായിട്ട് നമ്മൾ ദുർഗാഷ്ടമി, അക്ഷരപൂജയൊക്കെ നടത്തുന്ന നവരാത്രി. അതിന് മുമ്പുള്ള ഗുപ്ത നവരാത്രിയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് മുമ്പുണ്ടായിരുന്ന ശ്രീരാമനവമിയൊക്കെ വരുന്ന പ്രകട നവരാത്രി. അതിനു മുമ്പ് ഒരു ഗുപ്ത നവരാത്രിയുണ്ട്. അതിൽ ഈ നവരാത്രിയുടെ, ഈ ഗുപ്ത നവരാത്രികൾ 2 ഗുപ്ത നവരാത്രികളുടെയും പ്രത്യേകത ഗുപ്ത നവരാത്രി അകത്തേക്കുള്ളതാണ്, പ്രകട നവരാത്രി പുറത്തേക്കുള്ളതാണ്. നമുക്ക് ആഘോഷങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് പ്രകട നവരാത്രി പൊതുവിൽ എല്ലാ പബ്ലിക്കിനും പൊതുകാർക്കൊക്കെ ആയിട്ടുള്ളത്. ഗുപ്ത നവരാത്രി ഓരോ സാധകന്റെയും അവനവന്റെ ആന്തരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയിട്ടുള്ള സാധനാക്രമങ്ങളെയാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതില് ഏറ്റവും
ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഗായത്രി യജ്ഞം. അത് സാമാന്യമായിട്ട് പൊതുവിൽ ആളുകളൊക്കെ ചെയ്തു വരിക എന്ന് പറയുന്നത് അവനവന്റെ ഗൃഹത്തിലോ അല്ലെങ്കിൽ അവനവന്റെ സാധനാ കേന്ദ്രത്തിലോ വരുന്ന വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാത്രമാണ്, സ്വന്തം ഇത് മാത്രം എന്നുള്ള നിലയ്ക്ക്. അതേസമയം ഇവിടെ ഇതൊരു മഹാസങ്കല്പമായി എനിക്ക് തോന്നുന്നു ഏകദേശം ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാവരും തന്നെ ലോക കല്യാണം എന്ന് പറയുന്ന ഒരു മഹാസങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു ഗായത്രി ശക്തിപീഠത്തിന്റെ സ്ഥാപനാർത്ഥം ഒരു വലിയ മഹായജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉത്തരഭാരതത്തില് പ്രയാഗില്, അതായത് കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജില് കൽപ്പവാസം ചെയ്യുക എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന പദ്ധതിയുണ്ട്. സോ ഇതിൽ ജനുവരി മാസത്തിലാണ്, മകരസംക്രാന്തിയോട് കൂടിയിട്ട് ആ ഒരു സമയത്താണ് നടക്കുന്നത്. എല്ലാ വർഷവും നടക്കും. അപ്പൊ പ്രയാഗിലെ തീരം നിങ്ങൾ പലരും പോയിട്ടുണ്ടാകും. അവിടെ ഏകദേശം നമ്മളൊരു ജില്ലയുടെയൊക്കെ അത്ര വിസ്തൃതി ഉണ്ട് അവിടെയുള്ള ഒരു തട്ടയ്ക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അതിൽ വന്ന് ടെന്റുകളും കുടിലുകളും പർണശാലകളും ഒക്കെ കെട്ടി അവിടെ നിത്യാർമ്മങ്ങളും പുരാണ പാരായണവും ഒക്കെ ആയിട്ട് കഴിയുക, അതായത് ഒരു 41 ദിവസം കഴിയുക എന്നുള്ളതാണ് കൽപ്പവാസം ചെയ്യുക എന്നുള്ളത്. അത് ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരു കൽപ്പം തപസ് ചെയ്ത ഫലം അത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ് കൽപ്പവാസത്തിന്റെ ഫലമായി പറയുന്നത്. ഇവിടെ ഇതുപോലെ നിങ്ങൾ ഇത്രയും ഒരു മാസത്തോളം എന്നുള്ള സമയം തന്നെ ഗായത്രി യജ്ഞമായി തപസ് ചെയ്യുകയാണ്. ഈ തപസ് ഒരു കൽപ്പം തപസ് ചെയ്താലുള്ള ഫലമല്ല, നിങ്ങൾക്ക് തലമുറകളിലേക്ക് പരമ്പരകളിലേക്ക് പകരുന്ന അനുഗ്രഹത്തിനുള്ള അതിന്റെ ഫലദായകമായിട്ടുള്ള തപസ്സാണ് നിങ്ങളിവിടെ അനുഷ്ഠിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് ഇങ്ങനെ രൂപപ്പെട്ടു വന്നത് കാരണം പ്രകൃതിയും കാലവും ഈ ഒരു മഹത്കൃത്യത്തെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന്റെ ഒരു പൂർത്തീകരണം ഈ ഗായത്രി നവരാത്രിയുടെ ഒരു സമയത്ത് നടക്കാൻ. കാരണം സ്ഥലത്തിന്റെ കാര്യമുണ്ട്, അതിൽ സാമ്പത്തികമായും മറ്റുള്ള രീതിയിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ശ്രമങ്ങളും ഒക്കെ ആവശ്യമായി വരുന്നൊരു കാര്യമാണ്. അതെല്ലാം ആചാര്യൻ സംസാരിച്ചതനുസരിച്ച് വിചാരിച്ചതിനേക്കാൾ സ്പീഡിലും ഭംഗിയായും കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. അങ്ങനെ നടന്നാൽ മാത്രമേ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേന്ദ്രം കയ്യിലെത്തുകയുള്ളൂ. അപ്പൊ അങ്ങനെ എത്തിച്ചേരുകയും ആ നിശ്ചയിച്ച ദിവസങ്ങളിൽ തന്നെ തുടങ്ങി ഈ ഗായത്രി നവരാത്രിയോടനുബന്ധിച്ച് ഇത് പൂർത്തീകരിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പോൾ കുറച്ചു നേരത്തെ സംസാരിക്കുകയുണ്ടായി, ഇത് ഗായത്രി നവരാത്രിയില് ഗായത്രിയുടെ ഏറ്റവും വിശേഷത കൊണ്ടാണ് ഈ ഗായത്രി നവരാത്രി കഴിഞ്ഞു വരുന്ന പൂർണിമയാണ് ഭാരതത്തിലെ എല്ലാ പരമ്പരകളും ഗുരുപൂർണിമയായിട്ട് ആചരിക്കുന്നത്. ഗുരുവിനെ ഗുരുവാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഗുരുവിന്റെ പൂർണിമയായിട്ട്, ഗുരുപൂർണിമയായിട്ട് ഭാരതത്തിലെ എല്ലാ പരമ്പരകളും ആചരിക്കുന്നത് ഈ ആഷാഢ നവരാത്രി അല്ലെങ്കിൽ ഗായത്രി നവരാത്രി കഴിഞ്ഞു വരുന്ന പൂർണിമയാണ്. നവരാത്രി 9 ദിവസമാണെങ്കിലും അത് കഴിഞ്ഞ് വിജയദശമി, അത് സാധനാ പദ്ധതിയിൽ അത് പാക്ഷികമായിട്ട് എടുക്കും. പൗർണമിയിലാണ്, പൗർണമി ദർശനത്തോടു കൂടിയാണ് ആ സാധനാക്രമം പൂർത്തിയാകും. അപ്പൊ ആ പൗർണമിയെയാണ് ഗുരുപൂർണിമയായിട്ട് കാണുന്നത്. കാരണം ഇപ്പോൾ ഇത്രയും പൗർണമികൾ ഉണ്ടായതിൽ ഗുരുപൂർണിമയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ഈ ആഷാഢ മാസത്തില് ഗായത്രി നവരാത്രി കഴിഞ്ഞു വരുന്ന പൗർണമിയാണെന്നുള്ളത് കൂടി എത്രത്തോളം പ്രാധാന്യമുണ്ട് സാധകർക്കിടയിൽ ഈ നവരാത്രി കാലത്തിന് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമ്മൾ അധികവും അതറിയാത്തത് ഇതൊരു ഗുപ്ത നവരാത്രിയാണ്. സാധകരുടെ ആത്മോത്കർഷത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണ്. വലിയ ആഘോഷങ്ങളോ വലിയ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഇതായതുകൊണ്ട്. പിന്നെ എന്തുകൊണ്ടോ നമുക്ക് അത്തരത്തിലുള്ള നമ്മൾ ഉത്സവങ്ങളും പൂരങ്ങളും ഒഴിച്ചു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള അനുഷ്ഠാനങ്ങള് അല്ലെങ്കിൽ വ്രതങ്ങള്, അതിന്റെ ആചരണങ്ങള്, സാധനാ പദ്ധതികളൊന്നും ദക്ഷിണ ഭാരതത്തിൽ പൊതുവിൽ ഒരു വളരെ ലുപ്തമാണ്, ഇല്ലാതായിരിക്കണമെന്ന് പറയാം. പലപ്പോഴും നമ്മളുടെ ഇവിടെയൊക്കെ പല പരമ്പരകളിലും ഗായത്രി ഉപദേശമൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഉപദേശം അത് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ജനങ്ങളെ ബന്ധപ്പെടുത്താനോ അല്ലെങ്കിൽ അത് ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമായി മാറ്റി തീർക്കാനോ ഒന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധനാ പദ്ധതികളിലേക്ക് ജനങ്ങളെ മുഴുവൻ കൊണ്ടുവരാനോ ഒന്നും പൊതുവിൽ ദക്ഷിണ ഭാരതത്തിൽ ആരും അങ്ങനെ ശ്രമിച്ചു കണ്ടിട്ടില്ല. എന്നാൽ ഉത്തര ഭാരതത്തിലാണെങ്കിൽ ഗായത്രി തന്നെ ഗായത്രി പരിവാർ അടക്കമുള്ള പല സമ്പ്രദായങ്ങളിലുള്ള പല പ്രസ്ഥാനങ്ങൾ
ഗായത്രിയുടെ മാഹാത്മ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട്. വലിയ ആചാര്യന്മാരുണ്ട്, പല ആശ്രമങ്ങളും ഗായത്രി മാതാവിനെ ഏറ്റവും പരമ ഗുരുസ്ഥാനത്ത് കാണുന്ന രീതിയിലുള്ള ആശ്രമങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉത്തര ഭാരതത്തിലുണ്ട്. ഈ ദക്ഷിണ ഭാരതത്തിലെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നേരത്തെ ആചാര്യൻ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ ഉൾപ്പെടുന്ന സന്യാസ പരമ്പരയെക്കുറിച്ച്. അത് ശങ്കരാചാര്യര് ദശനാമി സമ്പ്രദായം, അതായത് നമ്മൾ ഋഷി പരമ്പരയെ കുറിച്ച് പറയുമ്പോൾ ബ്രാഹ്മ സമ്പ്രദായം തൊട്ട് ശങ്കരാചാര്യ സ്വാമികൾ ദീക്ഷയുണ്ടായ പാദ സമ്പ്രദായം വരെ 10 ഋഷി പരമ്പരകളെ കുറിച്ച് പറയും. അതായത് പാരാശര സമ്പ്രദായം, വാസിഷ്ഠ സമ്പ്രദായം, അങ്ങനെ ശാക്ത സമ്പ്രദായം, അങ്ങനെ 10 ഋഷി പരമ്പരകളെ കുറിച്ച് പറയും. ആചാര്യസ്വാമികളുടെ കാലത്ത് ആ ഋഷി പരമ്പരകൾ പൂർണ്ണമായിട്ടും സമൂഹ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പരമ്പരകളാണ്. ഇപ്പോഴും ഉണ്ട് ആ പരമ്പരകൾ, പലരും എല്ലാ പരമ്പരകളും ഇപ്പോഴും ഉണ്ട്. പക്ഷെ സമൂഹ ജീവിതത്തിൽ അവർ തീർത്തും ഇടപെടാറില്ല. പക്ഷെ ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത് നമ്മളുടെ ധർമ്മം വലിയൊരു ക്ഷയം നേരിട്ട കാലത്ത് അത്തരം സന്യാസ ധർമ്മത്തിൽ നിൽക്കുന്നവർ സമാജത്തിൽ കൂടി പ്രവർത്തിക്കണം, സമൂഹത്തിൽ കൂടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആചാര്യ ഭഗവത്പാദര് ഈ 10 ഋഷി പരമ്പരകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ദശനാമി സമ്പ്രദായം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും, എങ്കിലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിശദീകരിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതായത് 10 പേരുകളിലാണ് ഈ സമ്പ്രദായത്തിലുള്ള സന്യാസിമാരുടെ പേര് അവസാനിക്കുക. ഗിരി, പുരി, സരസ്വതി, തീർത്ഥ, ആരണ്യം, വനം, സാഗരം, പർവ്വതം എന്നുള്ള രീതിയിൽ 10 പേരുകളിൽ. അതുകൊണ്ടാണ് ദശനാമി എന്ന് പറയുന്നത്. അപ്പൊ ഈ ദശനാമി സമ്പ്രദായം 2 തരത്തിൽ, മഠാംനായമായിട്ടും അഖാഡകളിലൂടെയും 2 തരത്തിലാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ചത്. ഇപ്പൊ സന്യാസത്തില് നമ്മൾ നേരത്തെ ഇവിടെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു, വിവിധ തരത്തിലുള്ള സമ്പ്രദായത്തിലുള്ള സന്യാസമുണ്ട്. ക്രമസന്യാസമായിട്ട്, ക്രമസന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, അത് കഴിഞ്ഞിട്ട് സന്യാസം എന്നുള്ള രീതിയിൽ ജ്ഞാനം കൊണ്ട് വിരക്തി വന്നുകൊണ്ട് സ്വീകരിക്കുന്ന വിവിധിഷ സന്യാസം, വിദ്വൽ സന്യാസം, ജ്ഞാനം ആർജിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്ന വിവിധിഷ സന്യാസം, ദേശം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബഹൂതകന്മാരായിട്ടുള്ള സന്യാസിമാര്, ഗ്രാമത്തിന് അല്ലെങ്കിൽ നഗരത്തിന് പുറത്ത് കുടികെട്ടി അവിടെ താമസിച്ച് മാത്രം സാധന ചെയ്യുന്ന കുടീചകന്മാരായിട്ടുള്ള സന്യാസിമാര്, ഹംസസന്യാസിമാര്, പരമഹംസ സന്യാസിമാര്, പരമഹംസ സന്യാസിയുടെയും അപ്പുറത്തേക്ക് പോയിട്ട് അത്യാശ്രമികളായിട്ടുള്ള അവധൂതാവസ്ഥയിലുള്ള ആളുകള്. അവധൂതാശ്രമത്തിന്റെ ഒരു പ്രത്യേകത അവിടെ നിയമങ്ങളില്ല എന്നുള്ളതാണ്. അതുവരെ നിയമങ്ങളും നിഷ്ഠകളും ഉണ്ട്. അവധൂതന്മാർക്ക് നിയമങ്ങളോ നിഷ്ഠകളോ ഇല്ല, ഇവർ അത്യാശ്രമികൾ എന്നാണ് പറയുക. പിന്നെ വേറെ നമ്മളെ ജീവിതം കൊണ്ടോ മറ്റുള്ളത് കൊണ്ടോ ഒന്നും ഒരു മാർഗവും ഇല്ലാതിരുന്ന ആളുകൾ ഒരു അവസാന കാലത്തോ അല്ലെങ്കിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ ഇനി ഈശ്വരവചനം കൊണ്ട് കാലം കഴിക്കാം എന്നുള്ള രീതിയിലുള്ള ആതുര സന്യാസിമാർ, കർമ്മം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ഇടപെടുന്നതിനുള്ള കർമ്മ സന്യാസിമാർ, അങ്ങനെ വിവിധ തരത്തിലുള്ള മേഖലകളിലുള്ള സന്യാസ സമ്പ്രദായം, സന്യാസ രീതികളുണ്ട്. അപ്പൊ അതില് ഈ ശങ്കരാചാര്യർ പ്രധാനമായിട്ടും 2 തരത്തിൽ, അതായത് മഠാംനായം എന്നുള്ള നിലയിൽ വിദ്വാന്മാരുടെ, അതായത് ശാസ്ത്രം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ആചാര്യന്മാര്, അങ്ങനെ സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മഠാംനായങ്ങൾ, അത് 4 മഠങ്ങൾ പ്രധാനമായിട്ട് സ്ഥാപിച്ച്, ശൃംഗേരി, പുരി, ദ്വാരക, ശ്രീമഠം, ബദരിയിലെ ശ്രീമഠം, അങ്ങനെ 4 മഠങ്ങൾ സ്ഥാപിച്ച് ആ മഠങ്ങളിലൂടെ മഠാംനായവും, അതല്ലാതെ അഖാഡകൾ സ്ഥാപിച്ച് അഖാഡകളിലൂടെ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി കർമ്മം ചെയ്യാനുള്ള സന്യാസിമാരുടെ വിഭാഗം. ഇപ്പോ 7 അഖാഡകളാണ് ശങ്കര ദശനാമി സമ്പ്രദായത്തിലുള്ളത്. ഇതിൽ ഞാൻ ഉൾപ്പെടുന്ന അഖാഡ ശ്രീപഞ്ച ദശനാം ജൂന അഖാഡ എന്ന് പറയും. പിന്നെ നിരഞ്ജിനി, മഹാനിർവാണി, അഗ്നി, ആനന്ദ്, അടൽ, ആവാഹൻ, അങ്ങനെ 6 അഖാഡകളിലൂടി ശങ്കര ദശനാമി സമ്പ്രദായത്തിലുണ്ട്. അതുകൂടാതെ വൈരാഗികൾ, ശങ്കരദശനാമിയിലുള്ള സന്യാസിമാരെന്ന് പറയും. നാഗസന്യാസിമാരെന്ന് പറയുന്നത് ഈ ശങ്കരദശനാമി പരമ്പരയിലുള്ള അഖാഡകളുടെ സാധുക്കളെയാണ്. വൈരാഗികൾ എന്ന് വിളിക്കുന്ന വൈഷ്ണവ സമ്പ്രദായത്തിൽ നിമ്പാർക്ക്, രാമാനന്ദി, അങ്ങനെയുള്ള പന്ഥകളിലുള്ള 3 വൈഷ്ണവ അഖാഡകളുണ്ട്. അവർ വൈരാഗികൾ എന്നാണ് പൊതുവെ വിളിക്കുക. പിന്നെ സിഖ് പരമ്പരയിലുള്ള ആചാര്യന്മാരെ കൂടി ഗുരുക്കന്മാരായി സ്വീകരിച്ചുകൊണ്ട് ഉദാസീനുകൾ എന്ന് പറയുന്ന 3 അഖാഡകളുണ്ട്. അങ്ങനെ 13 അഖാഡകളാണ്. ഈ 13 അഖാഡകളുടെ സമ്മേളനവും ആ അഖാഡകളാണ് കുംഭമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നത്. അപ്പൊ അഖാഡകളിൽ ഈ പറഞ്ഞ പോലെ ഓരോ സമ്പ്രദായം അനുസരിച്ച് അഖാഡകളുടെ സാധുക്കൾ മഠങ്ങളിലെ വിദ്വാന്മാരായ സന്യാസിമാരെ അവരുടെ മാർഗനിർദ്ദേശകരായിട്ട് സ്വീകരിക്കും. അവരാണ് മഹാമണ്ഡലേശ്വരന്മാർ. അതിൽ ഏറ്റവും മുതിർന്ന ആളാണ്, ഇത് പാണ്ഡിത്യം കൊണ്ടും സ്ഥാനം കൊണ്ടും മുതിർന്ന ആളാണ് ആചാര്യ മഹാമണ്ഡലേശ്വരൻ. ആചാര്യ മഹാമണ്ഡലേശ്വരാണ് ഒരു അഖാഡയുടെ മാർഗദർശകനായിരിക്കുക, ആചാര്യനായിരിക്കുക. അദ്ദേഹമാണ് പൊതുവിൽ ദീക്ഷാ ചടങ്ങിൽ ആചാര്യസ്ഥാനം വഹിക്കുക.
ഇപ്പൊ അഖാഡകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അഖാഡകളിലെ ദേവതയുടെ ശിഷ്യന്മാരായിട്ടാണ് പറയുക. നമ്മൾ ഗുരു ദത്താത്രേയനാണ് ജൂന അഖാഡയുടെ ദേവത. അവധൂതന്മാരുടെ ഏറ്റവും പരമമായ അവസ്ഥയിലുള്ള ദേവതയാണ്. ആ ഗുരു ദത്താത്രേയന്റെ ശിഷ്യന്മാരാണ് ജൂന അഖാഡയിലുള്ള മുഴുവൻ നാഗസാധുക്കൾ എന്നുള്ളതാണ് അതിൻ്റെ. ഈ അഖാഡകളിലെ സന്യാസി അഖാഡകളിൽ, അതായത് നേരത്തെ ശങ്കരദശനാമിയിലുള്ള സന്യാസി അഖാഡകളിലെ 7 അഖാഡകളിലെ സാധുക്കൾ ശംഭുദൽ ശിവസൈന്യം എന്ന് പറയും. വൈരാഗികളും ഉദാസീനികളുമായുള്ള രാംദൽ രാമസൈന്യം എന്ന് പറയും. ആ മഠങ്ങളിലെ സന്യാസിമാര് ശാസ്ത്രധാരികളാണെങ്കിൽ അഖാഡയിലെ സന്യാസിമാര് ശസ്ത്രധാരികളാണ്. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യമായ സന്ദർഭങ്ങളിൽ യുദ്ധം ചെയ്യാൻ കൂടി വേണ്ടിയിട്ടുള്ള സൈന്യ സംവിധാനം കൂടിയാണ് അഖാഡകളായിട്ടുള്ള സന്യാസിമാർ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അംഗസംഖ്യയുണ്ട്. നമ്മുടെ അഖാഡയിൽ മാത്രം ഒരു 10 ലക്ഷത്തോളം സാധുക്കളാണ് ജൂന അഖാഡയിൽ മാത്രമുള്ളത്. ഇപ്പോൾ കാശി ക്ഷേത്രത്തിൽ ഔറംഗസീബ് ആക്രമിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അഖാഡയിൽ ഏകദേശം 1 ലക്ഷത്തോളം സാധുക്കളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. എന്നാൽ വൃന്ദാവനിലും കാശിയിലും മധുരയിലും അയോധ്യയിലും എല്ലാ സ്ഥലത്തും. പിന്നെ അവസാനം ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൗണ്ട് അബുവിലെ ഗുരുശിഖർ അവിടെ ഒരു സൈനിക താവളമാക്കാൻ വേണ്ടിയിട്ട്, അത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഒരു സൈനിക താവളമാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടെ അവസാനം ചൈന യുദ്ധത്തിലടക്കം അഖാഡയിൽ നിന്നുള്ള സാധുക്കൾ, ഹിമാലയത്തിൽ ഇരിക്കുന്ന അഖാഡയിലുള്ള സാധുക്കൾ ഇന്ത്യൻ സൈന്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നിന്ന് അതിന്റെ യുദ്ധത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അഖാഡകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ധർമ്മ സംരക്ഷണമാണ്. ആശ്രമങ്ങൾ, ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥകൾ, അതിനൊക്കെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ നേരിട്ടാലും അവിടെ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്തുകൊണ്ട് ആ ധർമ്മത്തെ, ആ പരമ്പരയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അഖാഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും ധർമ്മവും. അപ്പോൾ ഈ നേരത്തെ ഈ ദക്ഷിണ ഭാരതത്തിൽ സാധനാ പദ്ധതികൾ ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിൽ വേറൊരു വലിയ ന്യൂനതയാണ് ഇവിടെ ആചാര്യന്മാരെ ആദരിക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്കുള്ളതോ വ്യവസ്ഥയൊന്നുമില്ല എന്നുള്ളത്. പൊതുവിൽ നമ്മൾ കുംഭമേളകൾക്ക് ഇടയ്ക്കുള്ള സമയത്ത് ഭാരതത്തിലെ മുഴുവൻ സന്യാസിമാരും എന്ന് പറയുന്നത് പോലെ പരിവ്രജനം ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഭാരതത്തിലെ ഓരോ തീർത്ഥസ്ഥാനങ്ങളിൽ കൂടെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ മഹാരാഷ്ട്ര തൊട്ട് വടക്കോട്ട് എവിടെ സഞ്ചരിച്ചാലും, ഇപ്പൊ സന്യാസി ആവണമെന്നില്ല, നിങ്ങൾ സാധനാവന്തിൽ ഒരു തീർത്ഥാടകൻ എന്നുള്ള നിലയ്ക്ക് സഞ്ചരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഭക്ഷണത്തിനോ താമസത്തിനോ ഒരു സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടും വരില്ല. എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആരെങ്കിലും വന്ന് ബാബ ഭക്ഷണം കഴിച്ചോ വെള്ളമാണ് അല്ലെങ്കിൽ ചോദിക്കും. അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലോ ഏത് ആശ്രമത്തിൽ ചെന്നാലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ അടുത്ത് എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ആശ്രമം ഉണ്ട്, അവിടെ ചെന്നോളൂ എന്ന് പറയും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിനുള്ള വ്യവസ്ഥകൾ, ക്ഷേത്രങ്ങളിലും എല്ലാ സ്ഥലത്തും ഇതിനുള്ള വ്യവസ്ഥകളുണ്ടാവും. ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ഇപ്പോൾ ഒരു ദിവസം വൈകിട്ടാണ് ചെല്ലുന്നത്, അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിലും 2-3 ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിലും ഒക്കെയുള്ള വ്യവസ്ഥകൾ അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ദക്ഷിണ ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്യാസി പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ പച്ചവെള്ളം കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ ദയനീയമായ അവസ്ഥയുണ്ട്. ഇനി നമ്മൾ അത്യാവശ്യം ചന്ദനക്കുറി കയ്യിൽ ചരടും കഴുത്തിൽ മാലയൊക്കെ ഉള്ള അങ്ങനെ ആസ്തികനായിട്ടുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അടുത്ത് ഇവിടെ അടുത്ത് ഏതെങ്കിലും ആശ്രമം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല. ആ ആശ്രമത്തിൽ ചെന്നാൽ അതിനുള്ള സംവിധാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടുത്തെ ആശ്രമങ്ങൾക്കും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു പരിചയങ്ങളില്ല. ക്ഷേത്രങ്ങളിലാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേക്കും ആശ്രമം അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഇവിടേക്ക് കൂടി തീർത്ഥാടനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധുക്കൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ദക്ഷിണ ഭാരതത്തിലും ഉണ്ടാവണം. ശങ്കര ജന്മഭൂമി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ പ്രത്യേകിച്ചും അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളത് കഴിഞ്ഞ കുംഭമേളകളിൽ ആചാര്യന്മാരെ ആലോചിക്കുകയും അങ്ങനെ അതിനൊരു അഖാഡകളുടെ രീതിയിലുള്ള ഒരു കേന്ദ്രവും പിന്നെ അത്യാവശ്യം ഈ സന്യാസിമാർക്കൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനും പിന്നെ ഈ കുംഭമേളകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അഖാഡകളുടെ ഒരു പ്രാമുഖ്യമുണ്ട്. അഖാഡകളാണ് അതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നതെന്നുണ്ടെങ്കിലും ഭാരതത്തിലെ എല്ലാ ആചാര്യന്മാരുടെയും എല്ലാ സന്യാസി പരമ്പരകളുടെയും ഒരു സംഗമ വേദി കൂടിയാണ് കുംഭമേള. അതൊരു 4 മാസത്തോളമാണ് ഇപ്പോൾ ഈ അടുത്ത കുംഭമേള പ്രയാഗ്രാജില് 2015 ജനുവരി മകരസംക്രമത്തിന് ആദ്യത്തെ ഷാഹി സ്നാനോട് കൂടി തുടങ്ങും, വിഷുവിനെ അവസാനിക്കും. അപ്പൊ ഈ 4 മാസം ലക്ഷക്കണക്കിന് സന്യാസിമാര്, ആയിരക്കണക്കിന് ആശ്രമങ്ങൾ അവിടെ ടെന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള യാഗങ്ങൾ നടക്കുന്നുണ്ടാവും, യജ്ഞങ്ങൾ നടക്കുന്നുണ്ടാവും, ശാസ്ത്രാർത്ഥം നടക്കുന്നുണ്ടാവും, ശാസ്ത്രാർത്ഥം തർക്കങ്ങൾ നടക്കുന്നുണ്ടാവും. സന്യാസിമാരുടെ ഇടയിലുള്ള ഓരോ വിഷയങ്ങളിൽ അദ്വൈതമായിട്ടും ദ്വൈതമായിട്ടും പല വിഭാഗങ്ങളിലുള്ള ധാരകളിൽപ്പെട്ടുള്ള ശാസ്ത്രാർത്ഥങ്ങൾ നടക്കുന്നുണ്ടാവും, പ്രവചനങ്ങൾ നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള വിവിധ കാര്യക്രമങ്ങളോട് കൂടിയിട്ട് ഭാരതത്തിലെ മുഴുവൻ ഋഷി പരമ്പരയും ആ ഋഷി പരമ്പരയെ അനുസന്ധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആസ്തികന്മാരും കൂടിച്ചേരുന്നത്. കാരണം 14-15 കോടി ആളുകളാണ് പ്രയാഗ്രാജ് കുംഭമേളയ്ക്കൊക്കെ ഓരോ തവണയും വരാറ്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അത്രയും വിപുലമായിട്ടല്ലെങ്കിലും എല്ലാ തരത്തിലുള്ള പരമ്പരകളും ഒരുമിച്ച് ചേരുന്ന
ഒരു സന്യാസി സംഗമം ദക്ഷിണ ഭാരതത്തിലും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ 6 വർഷം കൂടുമ്പോഴോ 12 വർഷം, കുംഭമേളകൾ നടക്കുക 12 വർഷം കൂടുമ്പോഴാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു കാലയളവിൽ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആലോചന കഴിഞ്ഞ 2 കുംഭമേളകളിലായിട്ട് അഖാഡകളിലെ മഹന്തുക്കളുടെ ഇടയിലുണ്ടായി. ഞാൻ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ സ്ഥിരമായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്നും ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള സാധുക്കളും അഖാഡകളിൽ കുറവാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിലാണ് നേരത്തെ ആചാര്യം പറഞ്ഞതുപോലെ കൊട്ടാരക്കര അവധൂത ആശ്രമം. ആ അവധൂത ആശ്രമം വളരെ ഒരു ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് കഴിഞ്ഞ ഒരു 10-40 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ നിർണായകമായ ഒരു സ്ഥാനം വഹിച്ച ഒരു ഗുരുനാഥന്റെ സങ്കല്പത്തിൽ ഉണ്ടായ ആശ്രമമാണ്. അദ്ദേഹം പാലക്കാട് ചിറ്റൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം 10ാം ക്ലാസ് പരീക്ഷ, അന്നത്തെ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് പുറപ്പെട്ട് അവിടെ നിന്ന് കർണാടകയിൽ ചെന്ന് കോലാർ അവിടുത്തെ ഒരു ഗുരുനാഥന്റെ, കോലാറിൽ ജോലിയായിട്ട് അന്വേഷിച്ചെത്തിയതാണ്. പക്ഷെ അവിടുത്തെ ഒരു ഗുരുനാഥന്റെ കൂടെ നിന്ന് പഠിച്ച് പിന്നെ ഉത്തരഭാരതത്തിൽ സഞ്ചരിച്ചു. തമിഴ്നാട്ടിൽ സിദ്ധ പരമ്പരയിൽ അംഗമായി അവിടെ നിന്ന് വീണ്ടും കേരളത്തിൽ വന്ന്, അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിൽ വരാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, കേരളത്തിലാണ് ഏറ്റവും ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞ ആളുകളുള്ളത്, താല്പര്യം കുറഞ്ഞ ആളുകളുള്ളത്, അതിനെ ആദരിക്കാത്ത ആളുകളുള്ളത് കേരളത്തിലാണ്. പക്ഷെ കേരളം നന്നായാൽ അത് ഭാരതത്തിനും ലോകത്തിനും വഴികാട്ടിയാവും. അതുകൊണ്ട് കേരളത്തിലായിരിക്കണം എന്റെ പ്രവർത്തനം. കാരണം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് ഭക്തന്മാരും ശിഷ്യന്മാരും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിൽക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചു. പക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത്. കേരളത്തിൽ അദ്ദേഹം ചെയ്തത് അന്ന് ജാതി ഭേദമന്യേ എല്ലാവരെയും വേദം പഠിപ്പിക്കുക, ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ള ധർമ്മമാണ് അദ്ദേഹം പ്രധാനമായും ഏറ്റെടുത്തത്. അങ്ങനെ അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ട് ഏകദേശം 100ഓളം ബ്രഹ്മനിഷ്ഠാ മഠങ്ങൾ സ്ഥാപിച്ച് ഇന്ന് ആചാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ വേറൊരു തരത്തിലുള്ള ഒരു രൂപം അന്ന് പ്രധാനന്ദ ഗുരുദേവൻ ചെയ്തിരുന്നു. അന്ന് അങ്ങനെ ജാതിഭേദമന്യേ എല്ലാവരെയും ശാസ്ത്രം പഠിപ്പിച്ചു. വിവിധ അന്നത്തെ വളരെ പിന്നോക്ക സമുദായങ്ങളിൽ എന്ന് പറയുന്ന ആളുകളെ തന്നെ യജ്ഞോപവീതം ധരിപ്പിച്ച് ശാസ്ത്രം പഠിപ്പിച്ച് യജ്ഞോപവീതം ധരിപ്പിച്ച് ക്ഷേത്രങ്ങളിലെ പൂജാരിമാരാക്കി. അങ്ങനെ ഒരു വലിയ പ്രവർത്തനം അവിടെ നടത്തിയിരുന്നു. ആ പ്രവർത്തനത്തിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ അന്ന് ക്രിസ്ത്യൻ മിഷണറിമാര് ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ മതം മാറ്റാൻ വേണ്ടി ശ്രമിച്ചിരുന്ന അയ്യങ്കാളിയുടെ കൂടെയുള്ള ആളുകളെയും ഒക്കെ ബ്രഹ്മനിഷ്ഠാമഠങ്ങളിൽ അന്തേവാസികളാക്കി സനാതന ധർമ്മത്തിന്റെ പ്രാധാന്യം ഉത്ബോധിപ്പിച്ച് അദ്ദേഹത്തെ രാജാവിനോട് പറഞ്ഞ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി. അങ്ങനെ ഇവിടെ അയ്യങ്കാളിയെ പോലുള്ള ആളുകൾ സദാനന്ദ ഗുരുദേവന്റെ ശിഷ്യനായിട്ട് വരുമ്പോൾ തമിഴ്നാട്ടിലെ സുബ്രഹ്മണ്യ ശിവയെ പോലുള്ള വലിയ സ്വാതന്ത്ര്യ സമര സേനാനികൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാമൂഹ്യ പരിഷ്കരണവും അതോടൊപ്പം തന്നെ ശാസ്ത്ര പ്രചരണവും ഒരുമിച്ച് കൊണ്ടുപോയ ഒരു മഹാത്മാവായിരുന്നു. അപ്പൊ അങ്ങനെ രാജാവ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്ന് 300 ഏക്കർ സ്ഥലം കൊട്ടാരക്കര കൊടുത്ത് ആണ് സദാനന്ദ ആശ്രമം സ്ഥാപിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ വൈദ്യനുമായിരുന്നു. അങ്ങനെ അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ധാരാളം ഏജൻസികളുള്ള ഒരു വൈദ്യശാല, കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാല. പണ്ട് വൈദ്യന്മാരൊരു വീട്ടിൽ നിൽക്കുന്നുള്ളതല്ലാതെ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയൊക്കെ പോലുള്ള ആയുർവേദ ഹോസ്പിറ്റലുകളോ മറ്റുള്ള കേന്ദ്രങ്ങളൊന്നും ഒന്നുമില്ല. അന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരു ആദ്യത്തെ വൈദ്യശാല സ്ഥാപിച്ചു. ആദ്യത്തെ പ്രസ്, ശങ്കരഭാഷ്യം കൃതികളൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പിന്നെ അന്ന് യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കേരളത്തിലെ ആദ്യത്തെ ബസ് സർവീസ്, അവിടുത്തെ ആളുകൾക്ക് സൗജന്യമായിട്ട് കൊല്ലത്തേക്കും ആലപ്പുഴയ്ക്കും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബസ്സുകളായിട്ട് ബസ് സർവീസ്. പിന്നെ അന്ന് ഒരു 2000-2500 പേർക്ക് ദിവസവും ഭക്ഷണം കൊടുത്തിരുന്നു. പട്ടിണിയൊക്കെ വളരെ കൂടുതലുള്ളൊരു സമയമായിരുന്നതുകൊണ്ട്. പിന്നെ നെയ്ത്തുശാല, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആളുകൾക്ക് ജോലി കിട്ടാനും പഠിക്കാനും പിന്നെ ഈ ബ്രഹ്മനിഷ്ഠാ മഠങ്ങളോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ആത്മാനന്ദ ഭാരതി സ്വാമികൾ, അദ്ദേഹം സദാനന്ദ സ്വാമികളുടെ സിദ്ധ അവധൂത പരമ്പരയായിരുന്നെങ്കിലും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഈ ആനന്ദ ഭാരതി സ്വാമികൾ സദാനന്ദ സ്വാമികളുടെ നിർദ്ദേശപ്രകാരം ഉത്തരഭാരതത്തിൽ പര്യടനം നടത്തുകയും അവിടെ കാശിയിൽ നിന്ന് നമ്മളുടെ അഖാഡയിൽ നിന്ന് തന്നെ സന്യാസ ദീക്ഷ സ്വീകരിച്ച് അദ്ദേഹം പിന്നെ സദാനന്ദ സ്വാമികളുടെ സമാധിക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട വൈദ്യനും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് കൂടി ഈ ആശ്രമത്തിന്റെ പ്രസിദ്ധിയും പ്രവർത്തനങ്ങളും ഒക്കെ വ്യാപിപ്പിച്ചു. അങ്ങനെ ഒരു പടി കൂടി ആശ്രമം മുന്നോട്ട് പോയി. അപ്പൊ അന്ന് കൊല്ലം ഈ ചെങ്കോട്ട ഭാഗത്തൊക്കെ ഒരുപാട് വ്യാപാരികൾ വരുന്നതുകൊണ്ട് നാട്ടുകോട്ട ചെട്ടിയാമാരൊക്കെ അവിടെ വരിക, അന്നത്തെ കാലത്ത് വലിയ കെട്ടിടങ്ങളൊക്കെ അവിടെ പണിയുക, ഇതൊക്കെ ചെയ്തിരുന്നു. ഒരുപാട് ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 1960കൾ തൊട്ട് അത് ഒരു ക്ഷീണാവസ്ഥയിലായി. അവിടുത്തെ സന്യാസിമാരുടെ ഇടയിൽ പല കേസുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നാമാവശേഷമാകുക. അത് പേരിന് എന്തെങ്കിലും നടക്കുന്നു, പല സമയത്തും നടക്കുന്നില്ല, ഇടയ്ക്ക് വീണ്ടും ഒന്ന് തുടങ്ങും. അങ്ങനെ
ഒന്നും നടക്കാത്തൊരവസ്ഥയിലും ആ മൂന്നാമത്തെ മഠാധിപതിയുടെ സമാധിയോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള 3 പേര് മാത്രമായി ഒരു 35 കൊല്ലം മുമ്പ് അത് മാറി. അതിൽ നിന്ന് ഒരു സ്വാമിജി കൂടി സമാധിയായി. ഇപ്പൊ 2 പേര് വളരെ പ്രായമായിട്ടുള്ള 90 വയസ്സോ 80 വയസ്സോ ആയിട്ടുള്ള 2 പേര് മാത്രമായി. ഇപ്പോഴും കേസുകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ വളരെ ഇതായിട്ട് നടക്കുന്നുണ്ട്. ആകെ ഈ സ്ഥലം മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണ്. വേറൊരു പ്രവർത്തനം നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. ആ സമയത്ത് കേരളത്തിലെ സന്യാസിമാരും സമാജവും ഒക്കെ കൂടി നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രകൃതിയും കാലവും പരമ്പരയും ഒക്കെ അനുഗ്രഹിക്കുന്നത് പോലെ പഴയ കാലത്തെ പോലെ സമാജത്തിനും ലോകത്തിനും ഒക്കെ ഒരു ഹിതകരമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് അത് മാറണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിന് സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സങ്കല്പവും ഒക്കെ ഉണ്ടാവണം എന്നുകൂടി ഈ ഒരു മഹത്തായിട്ടുള്ളൊരു വേദിയിൽ സങ്കല്പത്തിന്റെ ഒരു പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ആചാര്യൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു ആരംഭം, അത് ഇവിടെ പ്രത്യേകിച്ച് അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു മാറ്റത്തിന്റെ ഒരു ആരംഭം എന്ന് പറയുന്നതിൽ ഗായത്രി ഗുരുകുലത്തിന് വലിയൊരു സ്ഥാനമുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് വന്നു എന്നുള്ളതല്ല, പക്ഷെ യാദൃശ്ചികമായിട്ട് അവിടെ ഈ 30 വർഷത്തിന് ശേഷം അവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് സദാനന്ദ ഗുരുദേവന്റെ 100ാം സമാധി വാർഷികത്തിനോടനുബന്ധിച്ചാണ്. അതിന് അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു രുദ്രയജ്ഞം നടത്തിയത് ഗായത്രി ഗുരുകുലത്തിലെ ആചാര്യന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരടക്കം വന്നുകൊണ്ട് നടത്തിയ ഒരു ചടങ്ങാണ്. അങ്ങനെയാണ് അവിടെ ഒരു മാറ്റം കഴിഞ്ഞ ജനുവരി ഒരു മാറ്റം വന്നു തുടങ്ങിയത്. അപ്പൊ അത് ആ ഒരു അനുഗ്രഹം തുടർന്നും ആ കേന്ദ്രത്തിന് ഉണ്ടാവണം. സദാനന്ദ സ്വാമികൾ ബ്രഹ്മനിഷ്ഠാമണം സ്ഥാപിച്ച് ചെയ്ത അതേ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആചാര്യന്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ ആശ്രമവും അതായത് അവധൂത ആശ്രമവും ഗായത്രി ഗുരുകുലത്തിന്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ തന്നെ ഉപയോഗപ്പെടുത്താനുള്ള എല്ലാ വ്യവസ്ഥകളും അവിടെ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് അവധൂതാശ്രമത്തിന്റെ മാത്രമല്ല അഖാഡയുടെ പാരമ്പര്യത്തെ ഭാരതത്തിന്റെ അഖാഡകളിലെ നാഗസന്യാസി പരമ്പരയുടെയും മുഴുവൻ പിന്തുണയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പിന്നിലുണ്ടാകും. അതിന്റെ എല്ലാ സങ്കല്പങ്ങളിലും നമ്മളെല്ലാവരും ഒത്തുകൊണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞത് 2 കാര്യം ശ്രദ്ധിക്കണം. അവസാനത്തെ അനുഗ്രഹം എന്താ പറഞ്ഞ, ഒന്ന് ശിവാനന്ദാശ്രമം ഗുരുകുലത്തിന് അല്ലെങ്കിൽ ഗുരുകുലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തെക്കൻ കേരളത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താച്ചാൽ സമൂഹത്തിന് ഉപകാരമാവുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന അത് കേരളത്തിലെ കാര്യം. രണ്ടാമത്തെ കാര്യം, നാഗസന്യാസിമാരുടെ ഒരു പിന്തുണ എല്ലായ്പ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് ഗുരുകുലത്തിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കാം. സ്വാമി ആനന്ദവനം തൃപാദങ്ങൾ ഒരു അഖാഡയിലെ സന്യാസിയാണ്. ആ അഖാഡയിൽ 10 ലക്ഷം സന്യാസിമാരുണ്ട് എന്നാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള 13 അഖാഡകളാണ് ഭാരതത്തിലുള്ളത്. ഈ നാഗസന്യാസിമാരുടെ പിന്തുണയാണ് നാഗസന്യാസിമാർ പറഞ്ഞയച്ച അവരുടെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് ഈ യാഗവേദിയിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പ്രതികരണമാണ്, നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഇദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. തെക്കൻ ദക്ഷിണ ഭാരതത്തിൽ സന്യാസാശ്രമികൾക്കും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഈ ഗായത്രി ശക്തിപീഠവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ഞാൻ വളരെ മുമ്പ് കാണുന്ന സമയത്ത് പലതും സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. നാഗസന്യാസിമാർ അന്ന് അദ്ദേഹം സന്യാസം സ്വീകരിച്ചിട്ടില്ല, അതിന് മുമ്പാണ്, ഏതാണ്ട് സമയം അതിന് മുമ്പും അതിനുശേഷവും അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അന്ന് അദ്ദേഹം എനിക്ക് തന്നൊരു വാക്കാണ്, കേരളത്തിൽ ശക്തിപീഠം സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ കുറഞ്ഞത് 1000 നാഗസന്യാസിമാരെങ്കിലും നിങ്ങൾ പറഞ്ഞയക്കുന്ന ആളാണ്. ഇവിടെ ഈ ദേശത്തിന് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ കുറഞ്ഞത് 1000 നാഗസന്യാസിമാരെ ഇങ്ങോട്ട് പറഞ്ഞയക്കാവുന്നതാണ്. അപ്പൊ അത്രയും ഒരു അനുഗ്രഹം ഹിമാലയത്തിൽ നിന്നും ഉണ്ടാകുന്നുവെങ്കിൽ തിരിച്ച് നമുക്കൊരു ഉത്തരവാദിത്വം.
ഇവിടെ കേരളത്തിൽ ഭ്രമണത്തിന് വരുന്ന, പരിവ്രജനത്തിന് വരുന്ന സന്യാസിമാർക്ക് ശക്തിപീഠവും ഗുരുകുലവും എപ്പോഴും ഒരു ആശ്രയ കേന്ദ്രമായി ഇരിക്കും എന്ന് ഈ യജ്ഞവേദിയിൽ പ്രഖ്യാപിക്കുന്നു. ഇന്നിവിടെ ഭഗവതിയുടെ അനുഗ്രഹത്താൽ നാം ധന്യരാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും സ്വാമി തൃപാദങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ പുതിയ അറിവുകളായിരുന്നു. സനാതന ധർമ്മത്തിന് വേണ്ടി അരയും തലയും ഒഴുകി പുറപ്പെടുന്ന ഷാജിക്ക് പോലും അറിയാത്ത കാര്യങ്ങളായി. അപ്പോ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഭാരതത്തിലുണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല. അപ്പൊ ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി, നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഈശ്വരി പറഞ്ഞയച്ച, ഈശ്വരിയുടെ നിയോഗമായിട്ടാണ് സ്വാമി തൃപാദങ്ങളുടെ ഈ ഒരു വരവിനെ ഞാനും ഗുരുകുലവും കാണുന്നത്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല. സ്വാമികൾക്ക് ഗുരുകുലത്തിന്റെയും യജ്ഞവേദിയുടെയും നമസ്കാരം ഹൃദയം നിറഞ്ഞ് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ ദേശത്തുകാർക്ക് വേണ്ടിയും, അവർക്കും പലർക്കും ഇതൊരു പുതിയ അറിവാണ്, ഈ ദേശത്തുകാർക്ക് വേണ്ടിയും ദേശക്കാർക്ക് വേണ്ടിയും ഗുരുകുലത്തിന് വേണ്ടിയും ഞങ്ങളുടെ പ്രണാമം സ്വീകരിക്കുക. ഇതോടുകൂടി ഇന്നത്തെ ചടങ്ങുകളുടെ സമ്പന്നമാവാൻ എല്ലാവർക്കും നമസ്കാരം. ഓം.